ഒരു 500 രൂപയും ഒരു ദിവസവും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ അഥവാ പെരിയ കോവിലിൽ പോയിട്ട് വരാൻ പറ്റും. എറണാകുളത്ത് നിന്നും എല്ലാ ദിവസവും 9:25 എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ഉണ്ട്. അത് തഞ്ചാവൂർ രാവിലെ 9:30 ആകുമ്പോൾ എത്തും. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ലേഡീസിനാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ബസ്സിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഓൾഡ് ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ അമ്പലത്തിലേക്കുള്ളൂ. അമ്പലത്തിനടുത്തായിട്ട് 200-300 രൂപയ്ക്കൊക്കെ ഫ്രഷ് പോയിന്റ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 700-800 റേഞ്ചിൽ റൂം എടുത്തിട്ട് ഫ്രഷ് ആവാവുന്നതാണ്. ഈ അമ്പലത്തിന്റെ സ്പെഷ്യാലിറ്റിയെ പറ്റി നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. 1000 വർഷങ്ങൾക്ക് മുമ്പ് സിമന്റോ മണ്ണോ ഒന്നുമില്ലാതെ കല്ലുകൾ അടുക്കിയിട്ടാണ് ഈ ഒരു അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കല്ലിൽ തീർത്ത ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു ക്ഷേത്രം. രാത്രിയിലെ വ്യൂ ഇതിലും മനോഹരമാണ്. ശരിക്കും സ്വർണം പൂശിയതാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള അലങ്കാരമാണ്. ക്ഷേത്രത്തിന്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ തഞ്ചാവൂർ സ്പെഷ്യൽസ് ഒക്കെ കിട്ടുന്ന നല്ല കിടിലം വെജിറ്റേറിയൻ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. പിന്നീട് റോഡ് സൈഡിൽ ഇതുപോലെ തഞ്ചാവൂർ പാവകളും അതുപോലെ തന്നെ തഞ്ചാവൂർ ഡാൻസിങ് ഡോൾസും ഒക്കെ വാങ്ങാനായിട്ട് പറ്റും. ബേസിക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 മുതൽ 500 രൂപ വരെയാണ്. ഇവിടുന്ന് നമുക്ക് ഓൾഡസ്റ്റ് ലൈബ്രറി ആയിട്ടുള്ള സരസ്വതി മഹൽ ലൈബ്രറിയിലേക്ക് പോകും. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. ഈ 50 രൂപയ്ക്ക് നമുക്ക് അവിടുത്തെ ആർട്ട് ഗാലറിയും അതുപോലെ തന്നെ ഹിസ്റ്ററി വിവരിക്കുന്ന ഷോയും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റും. ചോള പീരീഡിലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ഈ ഒരു ആർട്ട് ഗാലറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് 6:25 കാരക്കൽ എറണാകുളം എക്സ്പ്രസ് ഉണ്ട്. അത് രാവിലെ 6 മണി ആകുമ്പോഴത്തേന് എറണാകുളം എത്തും. തഞ്ചാവൂർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണിത്. കാലാവസ്ഥയാണെങ്കിലും കേരളത്തിലെ പോലത്തെ തന്നെ കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ തഞ്ചാവൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ.